ஜெயிச்சது. ஜி வாங்க வினோத் ஜி. ജി യാതൊരു കണ്ടീഷനും വെച്ചിട്ടില്ല. എന്നോട് ഞാൻ പറഞ്ഞു നാളെ എന്റെ വണ്ടി ആള് കയറ്റി വന്നാലോ എന്ന് ചോദിച്ചു. പറഞ്ഞു നിങ്ങൾ ടാക്സ് പേ ചെയ്തു, അതൊന്നും ഇങ്ങനെ പ്രശ്നമല്ല. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ആർട്ടിയെ പറഞ്ഞോളൂ, നിങ്ങളുടെ നാട്ടിലെ വിഷയം ഞങ്ങളെ അതിൻ്റെ അകത്ത് കരുവാക്കിയതാണെന്ന് പറഞ്ഞു. 10,000 രൂപ. 10,000 രൂപ അത് കോർട്ടിൽ ചലഞ്ച് ചെയ്താൽ തിരുമ്പി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ന് തന്നെ ഇവിടുന്ന് യാത്രക്കാരുമായിട്ട് തന്നെ ഇവിടുന്ന് വണ്ടി തിരിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇവിടുന്ന് നമ്മുടെ പ്രീ ബുക്കിംഗ് ഉള്ളത് എടുത്ത് തന്നെ പോകുള്ളൂ. സമയം വെച്ചിരിക്കുന്നത് 5 മണിയാണ്. ആ 5 മണിക്ക് ആളെ കയറ്റി തന്നെ പോകുള്ളൂ. കാരണം അതിന് നാളെ വേറെ കുഴപ്പമായിട്ട് വരുമെന്ന് തന്നെ ഇങ്ങനെ ചോദിച്ചു. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോ, വേഗം ഇവിടെ നിന്ന് കാലിയാക്കാനാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ചാവടിയിൽ 70,410 രൂപ അടച്ചല്ലോ. ഈ മാസം 24 വരത്തെ ടാക്സ്. അപ്പൊ അതിന്റെ അർത്ഥം 24 വരെയുള്ള ടാക്സ് പിന്നെ വീണ്ടും അടയ്ക്കേണ്ടി വരുമെന്നാണ്. പക്ഷെ അത് അടയ്ക്കേണ്ടി വരുമോ ഇല്ലോ എന്നുള്ളത് ഇന്ന് വൈകുന്നേരം ഞാൻ പറയാം. ഇന്ന് എന്റെ കേസ്, കാരണം RTO പറഞ്ഞത് പോയിട്ടേ ഇരിക്കണം, ഇവിടെ നിന്ന് മാറിക്കോ എന്ന് പറഞ്ഞു. സാധാരണ പോലെ തന്നെ സർവീസ് നടത്തും. ഒരു പ്രശ്നമില്ല. അതിന് പെർമിറ്റ് ഇല്ലാത്തതാണ്. ആരും കയറുന്നതിന് എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതുവരെയുള്ള KSRTCയുടെ ഓരോ ടിക്കറ്റിനും ഇൻഷുറൻസ് ചാർജ് വാങ്ങിയിട്ടാണ്, ഓരോ യാത്രക്കാരുടെ ഇൻഷുറൻസ് ചാർജ് വാങ്ങിയിട്ടുണ്ട്. ആ എന്ത് ഇൻഷുറൻസ് ചാർജ് മേടിച്ചാലും അതിന് ഇൻഷുറൻസ് കവറേജ് കിട്ടുകയില്ല. കാരണം ആ വണ്ടി ടൈപ്പ് 1 ബോഡിയാണ്. ആ വണ്ടി ഓരോ ജില്ലയ്ക്കകത്ത് മാത്രം അർബൻ ട്രാൻസ്പോർട്ടിനുള്ള വണ്ടിയാണ്. ആ വണ്ടിക്ക് പെർമിറ്റ് എഴുതി കൊടുത്തെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന RTO തീർച്ചയായിട്ടും പണിഷബിൾ ആണ്. അയാൾ കൃത്യവിലോപമാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ കോടതിയിൽ അറിയിക്കുകയും ചെയ്യും. ഞാൻ ഇന്ന് എന്റെ കേസുണ്ട് കോടതിയിൽ. എന്റെ കേസ് ഇന്ന് സുപ്രീം കോടതിയിലുണ്ട്. ഇന്ന് ഇതേ വണ്ടിയുടെ കേസ് തന്നെ ഇന്ന് കേരള ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഞാൻ ഇതെല്ലാം നിന്നപ്പോൾ ഇവിടെ തന്നെ നിന്നുകൊണ്ടാണ് ചെയ്തത്. ഞാനൊരു പുതിയ ഓപ്പറേറ്ററാണ്. ഇതിനകത്തേക്ക് ഓപ്പറേറ്റർ പോലെ വന്നത് ഞാൻ ഒരു പുതിയ ആളാണ്. പക്ഷെ എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചെങ്കിൽ ഇവിടെയുള്ള പഴയ ഓപ്പറേറ്റർമാർക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നേ ഞാൻ ചോദിക്കുന്നുണ്ട്. ആർജവത്തോടെ ഇറങ്ങിയാൽ എന്തും നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. നിയമം ഉണ്ടെങ്കിൽ സർക്കാരല്ല, ഇനി ഓടേതമ്പുരാനാണെങ്കിലും അത് വെല്ലുവിളിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാണ്, ടാക്സ് അടയ്ക്കാതെ മാമൂൽ എന്ന ഇനത്തിൽ മടക്ക എന്ന അവരുടെ നാമത്തിൽ അറിയപ്പെടുന്ന കൈമടക്ക് കൊടുത്തിട്ട് ചെക്ക് പോസ്റ്റ് കിടക്കുന്ന ഒട്ടനവധി വണ്ടികളുണ്ട്. അവര് റോബിൻ ഇന്ന് ഇറങ്ങി ഓടും എന്ന് മനസ്സിലാക്കിയ പലരും ഇന്നും കൊണ്ട് സർവീസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് വീണ്ടും വരുന്നത് പേപ്പർ കൃത്യമായിട്ട് മേടിച്ചുകൊണ്ടല്ലാതെ തുടങ്ങരുത്. ഞാൻ അവിടുത്തെ പണി ഇവിടെയും ഞാൻ തുടരും. എനിക്ക് ഒരു മടിയില്ല. ഇനി പിടിക്കാൻ കഴിവുള്ളവൻ പിടിച്ചോട്ടെ, എനിക്കതിന് ഞാൻ റെഡിയാന്ന് പറഞ്ഞല്ലോ. അതിന് പിടിക്കാൻ അധികാരപ്പെട്ടവരുണ്ടെങ്കിൽ എന്റെ ഈ വാഹനം എല്ലാവിധ പേപ്പറും കറക്കായിരിക്കും. അത് പിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പിടിക്കട്ടെ. കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തെ ഞാനിപ്പം തമിഴ്നാട്ടിൽ പോയില്ലേ, ഞാൻ തമിഴ്നാട്ടിൽ അപ്പം കർണാടക കൂടെ പിടിച്ചാൽ ഞാൻ വീരപ്പനാവും. പക്ഷെ വീരപ്പനെ ഇന്നലെ മരണപ്പെട്ടു. ഒറ്റയാൾ പട്ടാള എന്റെ വക്കീലിന്റെ മനസ്സ് എനിക്കറിയാം. കാരണം ഇത് പിടിച്ച സ്പോട്ടിൽ ഞാൻ പുള്ളിയെ വിളിച്ച് പറയുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ എന്നോട് അദ്ദേഹമാണ് പറഞ്ഞത്, നീ അവിടുന്ന് സ്പോട്ടിൽ നിന്ന് മാറരുത്, നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നടക്കുന്നത്, നീ വണ്ടിയിൽ തന്നെ ഇരിക്കണം, ശക്തമായിട്ട് പിടിച്ചാൽ ഇവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അറസ്റ്റ് ചെയ്താലും നിന്നെ വിടും, നിന്റെ വണ്ടിയും വിടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അറ്റാക്ക് ഉണ്ടാകുന്നു, ബാക്കി കാര്യങ്ങൾ നടക്കുന്നു. കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനോട് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? വളരെ നന്ദി, എന്നെ ഇത്രയും പോപ്പുലർ ആക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്. എനിക്കിതൊരു രസകരമായിട്ടാണ് തോന്നുന്നത്. കുറച്ച് നിയമങ്ങൾ പഠിപ്പിച്ചു തന്നു. അല്ല, ഈ തമിഴ്നാട് സഹകരിക്കുന്ന രീതിയിൽ കേരളം സഹകരിച്ചാൽ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ആവും. ഇപ്പോഴത്തെ പോലെ ഡെവിൾസ് കൺട്രി ആവില്ല. ആരാധകർ കൂടിയോ? ഞാൻ ആരോടും ഞാൻ പറഞ്ഞല്ലോ, ആരാധകർ കൂടി ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ആരാധകരോടായിട്ടല്ല, ഓരോ ചെറുപ്പക്കാരോടുമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സംരംഭം തുടങ്ങാൻ സാധിക്കും. ഇതുപോലെ തന്നെ
ആ സംരംഭം തുടങ്ങാനുള്ളതിന്റെ വഴിയാണ് ഈ വീട്ടുന്നത്. കുറച്ച് വേദനകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഞാൻ 1-2 ദിവസം കൊണ്ട് സർവീസ് പുനരാരംഭിച്ച് ലാഭകരമായി കൊണ്ടുപോകാമെന്ന് കരുതി വന്ന ആളല്ല. എനിക്കറിയാം പ്രതിബന്ധങ്ങൾ ഉണ്ടാവും, അത് തരണം ചെയ്യാൻ എനിക്ക് പല മാർഗങ്ങളുണ്ട്. അത് ഞാൻ നടത്തി എന്റെ പിന്നാലെ വരുന്നതിന് ഒരു കാലിൽ ഒരു മുള്ളു പോലും കൊള്ളാൻ, എന്ന് പറഞ്ഞാൽ ഇതുമാതിരി മുള്ളുകളൊന്നും കൊള്ളാതെ അവൻ സർവീസ് നടത്താനുള്ള വഴി ഞാൻ ഉണ്ടാക്കിയിടുമെന്ന് ഞാൻ പറഞ്ഞത്. അവരുടെ പണി അതിൽ മറ്റേ ആരാണ്ടരൊക്കെ എവിടെയൊക്കെയോ ആല് കളിക്കുന്ന കഥ കേട്ടിട്ടില്ലേ? അത്രേ അതിനെ കുറിച്ച് പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഇന്നലെ KSRTC കേസ് ഫയൽ ചെയ്തെന്ന് എല്ലാ മാധ്യമങ്ങളും കണ്ടു. ആ KSRTC ഫയൽ ചെയ്ത കേസ് എന്താണെന്ന് അവിടെ കോടതിയിൽ വന്നപ്പോൾ ഉണ്ടായ വാദപ്രതിവാദങ്ങളിൽ കോടതി വാക്കാൽ ചോദിച്ചൊരു ഇതുണ്ട്. അത് പറയാവോ എന്ന് എനിക്കറിയില്ല. അത് നിയമവിരുദ്ധമാവോ എന്ന് അറിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എന്നാലും അത് നമ്മുടെ സ്റ്റേറ്റിന്റെ ബസ്സിനെ അത്രമാത്രം അധപ്പതിച്ച രീതിയിൽ കോടതിയിൽ അതിനെ പ്രസന്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ എന്തിനിതിന്റെ തലപ്പത്തിരുത്തണം? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആ ട്രാൻസ്പോർട്ടിന് പെർമിറ്റ് ഉണ്ടെന്ന് എനിക്ക് തെളിയിച്ചാൽ ആ ബസ്സിന് 15/9/909 കോയമ്പത്തൂർ പത്തനംതിട്ട പെർമിറ്റ് അന്നേ ദിവസം പെർമിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ, എന്നെ തെളിയിച്ചാൽ ഞാൻ ഈ സംരംഭം അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. ഇല്ല എങ്കിൽ മന്ത്രി അല്ലെങ്കിൽ മന്ത്രിയോട് രാജിവെക്കാൻ ഞാൻ പറയല, അത് മന്ത്രി അവിടെ തന്നെ ഇരിക്കണം. ഈ KSRTC MD ആ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവുമോ? എന്നെ അവിടെ പിടിച്ചിരുത്തണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ അവിടെ പിടിച്ചിരുത്തണ്ട, കാരണം വിഡ്ഢികളുടെ സ്വർഗത്തിൽ കയറാൻ ഞാൻ ആളല്ല. വിഡ്ഢികളുടെ സ്വർഗത്തിൽ കയറാൻ ഞാൻ ആളല്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി അത് ഇതായിട്ട് കൂട്ടരുത്. ഉന്നെക്കൊണ്ട് മുടിയാറ് എന്നെക്കൊണ്ട് മുടിയും അല്ലെ മുടിച്ചത് എന്നാൽ മുടിയും തമ്പി. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവര് എന്നെക്കൊണ്ട് മുടിയാറ് തമ്പി എന്നെക്കൊണ്ട് മുടിയും തമ്പി എന്ന് പറഞ്ഞ ആ ഒരു ക്യാപ്ഷനിൽ വീണ്ടും വണ്ടി എടുക്കുകയാണ്. എന്തായാലും തമിഴ്നാട്ടിൽ വന്ന ஷால் ഒരു நிமிஷம் அண்ணா, இந்த ஒரு மூமெண்ட்ல நீங்க வந்து ஷால் போட்டது இல்லையா? ஷால் அண்ணா ஒரு நிமிஷம் நீங்க வந்து ஷால் போட்டது இல்லையோ? அப்ப என்ன சொல்றேன் இந்த ஒரு மூமெண்ட்ல? ஆல் தி பெஸ்ட். அது மட்டும்தான். இந்த 3 ദിവസം நீங்க இங்க சப்டைட்டில் போட்டது எனக்கு. இந்த 3 ദിവസം நீங்க இங்க தான் இருந்தது. ஆல் தி பெஸ்ட். நீங்க வந்து 100 பஸ் வாங்க. 100 பஸ். നിങ്ങളുടെ നാവ് പൊന്നാട്ടെ. കണ്ടിപ്പാ പലിക്കട്ടുണ്ട്. താങ്ക് യു. ബൈ. എനിക്ക് 3 ദിവസം തമിഴ്നാട്ടിലെ ജനങ്ങൾ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും പലരും ഞാൻ ഇദ്ദേഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവരെല്ലാം ജീവിതത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് മറക്കാൻ സാധിക്കാത്ത ആൾക്കാരായിട്ട് തീർച്ചയായിട്ടും. ഞാൻ ആരാണെന്ന് പോലും ഇവർക്ക് ഇതിനു മുന്നേ സോഷ്യൽ മീഡിയ വഴിയുള്ള ഭാഗങ്ങളെ അറിയുള്ളൂ. പക്ഷെ എന്റെ പോരാട്ടം എന്തിനു വേണ്ടി അവിടെ കണ്ടു. ധർമ്മം ജയിക്കും. അതാണ്. എന്താണ് പറയാനുള്ളത്? ധർമ്മം ജയിക്കും. ஜெயிச்சுட்டா தமிழ்ல சொல்லுங்க. ஜெயிச்சு பட்டே கிளப்பலாம். പട്ടേ കിളപ്പും സാർ. ഓക്കെ. എനിക്ക് ഇവിടെ നമ്മൾ വന്നപ്പോ സ്റ്റാൻഡിലെല്ലാം വലിയ പ്രശ്നങ്ങളായിരുന്നു. നമ്മൾ പുതിയ ആളായിട്ട് വന്ന് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ആള് വിളിച്ചാലും ഇവര് സമ്മതിക്കില്ലായിരുന്നു. അപ്പം ഭയങ്കര പ്രശ്നമായിരുന്നു. വന്ന് 2 ദിവസം. ഇപ്പോഴല്ല, ഓഗസ്റ്റ് 30, 31 ഇങ്ങനൊരു ഇതുണ്ട് എന്ന് കൃത്യമായ നിയമം ഉണ്ടായിട്ടാണ് ഞാൻ ഇതുകൊണ്ട് വന്നത്. കോടതി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല, ഞാൻ പത്രക്കാരനല്ല. കോടതിയിൽ നിന്നൊരു അതിന്റെ വാട്സപ്പിലൊക്കെ ഉണ്ട്. കോടതി ആ ബസ് നിയമാനുസൃതമായിട്ടാണ് കേരളത്തിൽ നിന്ന് കോയമ്പത്തൂർ സർവീസ് നടത്തിയിരുന്നു, അത് നിയമാനുസൃതമാണെന്നും അങ്ങ് ചെയ്ത് ചലഞ്ച് തെറ്റാണെന്നൊക്കെ ഇതിലൊരു വാട്സപ്പിലൊക്കെ ഒരു മെസ്സേജ് കണ്ടു. അതിനെപ്പറ്റി എന്താ അറിയാം? നിയമാനുസൃതമാണ് KSRTC ആ ബസ് തുടങ്ങിയതെങ്കിൽ ആ ബസിന്റെ നമ്പർ തന്നെ കേട്ടോളുക. KL 15A909 ഈ ബസ്. ആ ബസ് എന്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണെന്ന് നമുക്ക് പരിശോധിക്കാം. അത് ടൈപ്പ് 1 ബോഡി ചെയ്തിരിക്കുന്ന വാഹനം. ആ ടൈപ്പ് 1 ബോഡിക്ക് ഇങ്ങനെ ലോങ് റൂട്ട് ഓടാൻ പാടില്ല.
போட்டது நாங்க கிடையாது. எங்களை போட்டு படுத்து பார்த்தா நாங்க எங்கேயும் பதில் சொல்றோம். ஏங்க நீங்க நான் வண்டி பிடிச்சனா அல்லது எங்க இன்ஸ்பெக்டர் பிடிச்சாங்களா? இடம் இருக்குன்னு கொண்டாந்து இங்க போடுறாங்க. இதுவும் பாத்தீங்கன்னா வேற ஆட்சியில் பிடிச்சதுதான், அதுவும் வேற ஆட்சியில் பிடிச்சதுதான். நீங்க உடனே இங்க போயிட்டு பேட்டி கொடுத்துட்டு வெளியே தகவல் கொடுக்குறேன். அவர் பாருங்க என்ன எடுத்துட்டு இருக்காரு. எப்படி போய் പുള്ളി അത്ര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നതല്ലേ. അപ്പൊ എന്തായാലും വണ്ടി വെളിയിലേക്ക് വരികയാണ്. വളരെ സന്തോഷകരമായ ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷമാണ് ഇങ്ങനൊരു മുഹൂർത്തം വന്നിരിക്കുന്നത്. കണ്ടില്ലേ, വളരെ സന്തോഷകരമായ. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. ആള് കയറ്റി ബോർഡ് വെച്ച് സ്റ്റാൻഡ് വഴി കയറി ഇറങ്ങി തന്നെ റോബിൻ മോട്ടോഴ്സ് വരും. അതാണ് ഞാൻ അന്നും പറഞ്ഞത്, അത് ഇപ്പോഴും ഞാൻ പറയുന്നത്. ഇതേ നോക്ക്, നമ്മുടെ വണ്ടി വരുന്നത് നോക്ക്. ഇതാണ് ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞ വാഹനം. ഇത് ജനങ്ങൾ കാണണം. കണ്ടല്ലോ, എന്നെ ഇവിടെ തെമ്മാടിക്കുഴിയിൽ അടക്കിന്നാ പറഞ്ഞിരുന്നത്. തെമ്മാടിക്കുഴിയിൽ അടക്കിയവനാണ് ഈ ഇറങ്ങി വരുന്നത്. കണ്ടോ? ഇറങ്ങി വാടാ മുത്തേ, അടി സക്കേ അടി സക്കേ, ഇറങ്ങി വാടാ. അത് അവർക്കറിയാം. ഇത് അപ്പുറത്തെ വെളിയിലൊന്ന് ഒതുക്കിയിട്ടിട്ട് അപ്പൊ എന്തായാലും 5 മണിക്കാണ് വണ്ടി ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിനെന്താ എല്ലാവരും ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു. എന്നെ അറിയാതെ എവിടെയോ ഉള്ള ആൾക്കാർ ഇത്രയോ സന്തോഷത്തോടെ വരുന്നത് കാണുമ്പോ ഇത്ര സാമ്പത്തിക ബാധ്യത എങ്ങനെ മുൻപോട്ട് എനിക്കത് കൊണ്ടുപോയേ പറ്റൂ. ഞാനൊരു ചലഞ്ചാണ് ഏറ്റെടുത്തത്. വാശി പിടിച്ച് സാമ്പത്തിക ബാധ്യതയ്ക്ക് പോകാതിരിക്കുക. ഞാൻ ഇപ്പൊ എനിക്ക് സാമ്പത്തികമായിട്ട് എന്റെ കൈയും കാലും പോയപ്പോഴും അത് വായിച്ചില്ല നമ്മള്. എനിക്ക് കരച്ചിൽ വന്നില്ല. എന്താണെന്ന് വെച്ചാൽ പാല സന്തോഷകരമായ ഒരു കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. മൈക്ക് താങ്ക് യു. ആ മൈക്ക് തരാം. അതെ വീഡിയോ ഷെയർ പண்றது இப்ப பண்ணிட்டு இருக்கிறது, இப்ப லைவே போட்டு இருக்கிறேன். தேங்க்யூ 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 தேங்க்யூ. ആ മൈക്ക്. അപ്പൊ എന്തായാലും നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. അപ്പൊ എന്തായാലും ഇവിടെ ഒരുപാട് കടക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ഒരുപാട് കടക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത്. ഒരു സന്തോഷം. 100 ബസ് 100 பஸ் அந்த வார்த்தை எடுத்திருக்கு. 100 ரோபின். ஓகே பாப்போம். അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു സംഭവമാണ്. ഒരുപാട് നന്ദി നന്ദി നന്ദി. ഞങ്ങൾക്ക് ചായ ഇവിടുന്ന് ഒരുപാട് ചായ തന്നായിരുന്നു. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്. റോബിൻ വണ്ടി ഇറങ്ങിയിരിക്കുകയാണ്, വെളിയിലേക്ക് ജമ്പ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോ വൈകുന്നേരം വീഡിയോയിലൂടെ നമ്മളെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. ഓരോന്നോരോന്ന് 1 2 3 1 2 3 എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്നു വണ്ടി ഇറങ്ങുന്നതിനെ പറ്റി. 5999 എന്ന് പറഞ്ഞ റോബിൻ വണ്ടി പോവാണോ? അയ്യോ നിർത്താൻ പറ. കാറില്ലേ? വണ്ടി പോവാണല്ലേ? എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായി ഇതിന്റെ പേരിൽ. എന്തുവേ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ടാവും. സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം അടിപൊളി നന്ദി പറയുകയാണ്. ഓക്കെ, വണ്ടി ഇനി പിന്നെ ചെറിയ 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 നമ്മൾ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു മറുപടിയാണ്.
അപ്പോൾ ഇതാണ് ഗംഗ. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറുകയാണ് സുഹൃത്തുക്കളെ, അകത്തേക്ക് കയറുകയാണ്. സന്തോഷകരമായ ബിഗ് സല്യൂട്ട് അല്ലേ നമ്മുടെ ശങ്കർ. ഇനി വളരെ സന്തോഷം. ഈ ഒരു മുഹൂർത്തത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സിനിമ നമുക്കൊന്നും പറയാനില്ല. കേരളത്തിൽ നടക്കുന്ന ഇപ്പോഴും ഇനി എവിടെയൊക്കെ ആ സൈഡിലൂടെ ഈ കടത്തിലും പലവിധ കാരണങ്ങളാണ് പെർമിറ്റിന്റെ കാര്യത്തിൽ പറയുന്നു, അല്ലെങ്കിൽ യാത്രക്കാരെ പറ്റത്തില്ല. സന്തോഷം അത്രേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും മീറ്റിംഗിലാണ് നമ്മൾ മുന്നോട്ട് പോവുകയാണല്ലേ. ഇനി അടുത്തത് എന്താണ്? ഇനിയും വൈകുന്നേരത്തേക്ക് ആളിലേക്ക് കയറ്റാനുള്ള നിയമപ്രകാരം എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല ചെയ്യണം. നിയമപ്രകാരം ഓടും. നിയമം തെറ്റിച്ചൊന്നും ഓടാനുള്ള ഒരു ഇതുമില്ല. നിയമം ഉണ്ടെങ്കിൽ ഓടാം, അല്ലെങ്കിൽ ഓടില്ല. ഒരു വിരോധം എന്തായാലും നവകേരള യാത്രയേക്കാൾ വലിയ ജനമടിമയാണ് ഇനീഷ്യേറ്റീവിന് ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അപ്പുറത്തിരിക്കണേ. ഇവിടെ നോക്കാൻ ഇങ്ങനെ കണ്ടു വെച്ചാൽ വെക്കാൻ ഫാൻ തരുമോ കൈലാസ് ചേട്ടാ? കൈലാസ് ഭായി ഫാൻ തരുമോ? നമ്മൾ വെയിറ്റിംഗിലാണ്, കട്ട വെയിറ്റിംഗിലാണ്. അല്ല നോക്കാം. അല്ലല്ല ബ്ലോക്കല്ല. ഫാനിടാത്ത വലിയ കഷ്ടമുണ്ടോ? അതിന്റെ വണ്ടി വരുന്നു. ഞാനിതൊന്ന് ഇട്ടോട്ടെ. മലയാളികളെമ്പാടും കാത്തിരിക്കുന്നു. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ നിന്നും ഈ വാഹനം പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചവരുണ്ട്. ഒരു കാരണവശാലും അവർ വാഹനം വിട്ടുകൊടുക്കണം എന്ന് വിശ്വസിച്ച് അതെല്ലാം തരണം ചെയ്തു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം അല്ലേ. എല്ലാവരുടെ ആഗ്രഹം പോലെ വണ്ടി ഇറക്കിയിരിക്കുകയാണ് കേട്ടോ. വെയിറ്റിങ്ങിനാണ് വണ്ടി. എന്നാ കിടപ്പല്ലേ? കിടപ്പെന്നൊക്കെ കിടപ്പാ. ലൈവില് ഫുള്ള് ലൈവിലായിരുന്നു. പിടിച്ചു വെച്ചിരിക്കല്ലായിരുന്നു. ആയിരുന്നു ലൈവിലായിരുന്നു. കാരണം അന്യായമായിട്ട് പിടിച്ചേ. സംഭവം എന്ന് പറഞ്ഞാല് ഇത് ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്താണ് ഈ വണ്ടി. ഈ വണ്ടി പല ദുർശക്തികൾ ഇടപെട്ടിട്ട് ഭയങ്കര പബ്ലിസിറ്റി ആയി. അത് ചേട്ടൻ പേരെങ്ങനാ? മുഹമ്മദ് ഖനി. ഓക്കെ. എന്തായാലും വളരെ ഇപ്പൊ കോയമ്പത്തൂരാ വീട്. ഈ വണ്ടി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? കണ്ടു. വണ്ടി അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ യൂട്യൂബിലൊക്കെ കുറെ നോക്കിയിരിക്കുകയാണല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഇവര് ചെറിയ ചെറിയ പണി ചെയ്തതിന് നമ്മുടെ വാർഡ് പബ്ലിസിറ്റി അത് ഉഷാറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ ഉടനെ തന്നെ നമ്മൾ പിന്നെ ഇവിടുന്ന് പോയി നമ്മൾ ഗാന്ധിപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം എന്താണെന്നുള്ള അപ്ഡേറ്റ് നമ്മൾ ലൈവ് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഉന്നെക്കൊണ്ട് മുടിയാതെ തമ്പി എന്നെക്കൊണ്ട് മുടിയുമെന്ന ക്യാപ്ഷനിൽ എന്നെക്കൊണ്ട് മുടിഞ്ഞിട്ട എന്ന് ഒരു ക്യാപ്ഷൻ വീണ്ടും ഞാൻ പറയുകയാണ്. ഇറ്റ്സ് നോട്ട് എ വാർ, ഇറ്റ്സ് എ കൾച്ചർ, ബിക്കോസ് മലയാളി പൊളിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളി പൊളിയായ ഈ ഒരു പൊളിയാണെന്ന് തമിഴ് മക്കളുടെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. കേരള മക്കളുടെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. പത്തനംതിട്ട ടു കോയമ്പത്തൂർ റോബിൻ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ക്യാപ്ഷനിൽ ദയവ് ചെയ്ത് ആരും ഉടനെ ഫോൺ വിളിക്കരുത്. കാര്യം അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പലരും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഫോൺ വിളിച്ചൊരു വിഷയങ്ങൾ ഉണ്ടാക്കല്ലേ. നമ്മുടെ മേടിച്ചെടുത്ത് മുണ്ടും മടക്കി കൊത്തി വരുന്നുണ്ട്. കാരണം വളരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ
ഒന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് ചെയ്യാൻ ഒരു ടു ഡു ലിസ്റ്റ് ഇട്ട് ഓരോ കാര്യങ്ങളും 1, 2, 3 എന്ന് പറഞ്ഞ് ചെയ്യാൻ വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. റോബിൻ എവിടെ ചെന്നാലും റോബിനാണല്ലോ ഓടിച്ചേട്ടാ. വഴിയിൽ ഒരാൾ ചോദിക്കാണ് ഇത് ഞാൻ വണ്ടി കെട്ടാവുന്നത് വൈറലായത്. അപ്പൊ ഈ ഒരു സന്തോഷകരമായ ഒരു പുള്ളി ഫോണിലാണ് സന്തോഷകരമായ അതെ. അപ്പോ ഇതാണ് സന്തോഷകരമായ ഒരു കാഴ്ചയാണ് കേട്ടാ. നമ്മുടെ ചങ്കികള് ഓണിച്ചേട്ടൻ കയറുകയാണ്. ഓണിച്ചേട്ടാ പോണി എന്തായിരിക്കും സന്തോഷകരമായ മുഹൂർത്തം നിങ്ങൾക്ക് പറയാനുള്ള എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്? നിങ്ങളുണ്ടായിരുന്നല്ലോ കൂടെ ഫുൾ ടൈം. അത് തന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ വണ്ടി എടുത്തോണ്ട് ഒരു കോടതിയിലും പോയില്ല. അവര് എത്ര ഇതായിട്ടാ തമിഴ്നാട്ടുകാർ പെരുമാറി. ഭയങ്കര ഫ്രണ്ട്ലി. ഇപ്പൊ തന്നെ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് പോയി സർവീസിൽ ഓടിക്കുമോ? ഞങ്ങളുടെ ശല്യത്തിനില്ല. ഇത്രയും പക്കാ ക്ലിയർ ആയിട്ടൊരു വണ്ടി തമിഴ്നാട്ടിൽ കയറത്തില്ല. അവർ ഡോക്യുമെന്റ്സ് പരിശോധിച്ച് ചെയ്യുമ്പോൾ അവരുടെ തന്നെ കണ്ടു എല്ലാ കാര്യങ്ങളും കണ്ട് കൃത്യം ടാക്സ് കറക്റ്റ് കെട്ടുക, നിങ്ങൾ കയറുക, ഓടുക. അവർക്ക് ആകെ ഉണ്ടായിരുന്ന സംശയം ഈ ബോർഡ് വെക്കുന്നതിനെ കുറിച്ചാണ്. അവരുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ അവർ അടിച്ച് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അവരുടെ ഡൗട്ട്സ് അവർ ക്ലിയർ ആക്കി പക്ക ഷെയ്ക്കാൻ തന്നെ ആട്ടുകാർക്ക് റീകോളിലെന്ത് ഇതാ വേണ്ടത്? വണ്ടി സർവീസ് നടക്കും. വണ്ടി സർവീസ്. അപ്പൊ ഇനി സർവീസ് ആണ് തുടങ്ങുക. അപ്പൊ ഇപ്പൊ തൊട്ട് തുടങ്ങുകയാണല്ലേ അങ്ങോട്ട് ചോദിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം. അപ്പൊ ഓക്കെ വണ്ടി ഒന്ന് അതെ പുള്ളിയോട് ഒരു പ്രത്യേക താങ്ക്സ് പറയണേ. ഒരുപാട് കാര്യം ഞാൻ പലയിടത്ത് പോയി കണ്ടിട്ടുണ്ട് പല ഓഫീസർമാരെ നമ്മുടെ കേരളത്തിലൊക്കെ ഇതുപോലെ ഉണ്ടോ? ഇല്ല ഒരിക്കലും. അത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പോയി ആ ഫാൻ തരാമോ? പുറകിലത്തെ ഓടിച്ചിട്ട് ഫാൻ തരുമോ? അപ്പോ ആളുകൾ ഒഴിഞ്ഞ സീറ്റിനകത്ത് ഇനി ആളുകൾ കുത്തി നിറച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇനി ഇറങ്ങി വരാൻ പോകുന്നത് എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഒരുപാട് ചാനലുണ്ട്. വില്ലേജ് കുക്കിംഗ് ചാനൽ, അങ്ങനെ ഏഷ്യാനെറ്റ് ടീം, അങ്ങനെ റോബിൻ ചേട്ടൻ, അതുപോലെ നമ്മുടെ അജിയേട്ടൻ, നമ്മുടെ എല്ലാവരും കട്ടയ്ക്കാണ് കൂടെ നിൽക്കുന്നത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഈ ഒഴിഞ്ഞ സീറ്റുകൾ ഇനി നിങ്ങളാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് അതെ സംഭവത്തെ അങ്ങോട്ട് ഉഷാറാക്കാം. നമ്മുടെ സംരംഭത്തിന് കൂടെ കട്ടയ്ക്ക് ചെയ്യുന്ന എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റ് ടീമും അതെ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ്. ഇന്നലെ തൊട്ട് 3 ദിവസമായിട്ട് ഏഷ്യാനെറ്റ് ടീമുണ്ട് ഇവിടെ. അപ്പോൾ പ്രിയ ചേച്ചി, പ്രിയ ഇളവളി മഠത്തിലുള്ള ആ ചേച്ചി, അപ്പൊ അങ്ങനെ ക്യാമറാമാൻമാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഡയറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതാണ് കിൻഡൽ വർക്കി. ഇത് നമ്മുടെ നമ്മുടെ കേരളത്തിലെ പോലെ ഒരു സമീപനമല്ല. അവർക്ക് വ്യക്തമാണ് ഈ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. ഇന്നിപ്പോ അദ്ദേഹം ഷെയ്ക്കാൻഡ് തന്നാണ് ആർട്ടിഒ ഇറക്കിയത്. നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേട്ടില്ല, ആള് നമുക്ക് ഷെയ്ക്കാൻഡ് തന്നാണ് നിങ്ങൾ സർവീസ് കണ്ടക്ട് ചെയ്യൂ, ഒരു പ്രശ്നമില്ല. ടാക്സ് ബോർഡർ ടാക്സ് കെട്ടുക, കയറി വരിക, ധൈര്യമായിട്ട് ആളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. അവർക്ക് ആകെ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ ബോർഡിനെ കുറിച്ചാണ്. അത് നെറ്റിൽ സെർച്ച് ചെയ്ത് കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. പ്രശ്നമില്ല, ഓടിക്കുമോ. അവര് ഔദ്യോഗികമായിട്ട് പറയില്ലെങ്കിലും വലിയ പ്രഷർ ഉണ്ടെന്ന് അവർ പറയും. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറയില്ല. ഹൈ പ്രഷർ കേരളത്തിൽ നിന്ന് തന്നെയാണ് കൃത്യമായി പ്രഷർ ഉണ്ടായിട്ട് ഫസ്റ്റ് ഡേയില് ഞായറാഴ്ച അന്ന് പിടിച്ചപ്പം ഇതേ ഉദ്യോഗസ്ഥ ഇന്ന് കണ്ട ആർട്ടിഒ അല്ല എഴുതി എം ഇ ഐ അന്ന് പറഞ്ഞു ഇത് വേറൊന്നും കൊണ്ടുമല്ല, കേരളത്തിന്റെ സഹോദരൻ സ്റ്റേറ്റായ തമിഴ്നാടിനോട് കേരളത്തിന്റെ മാനം രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്തതാണെന്നാണ്. ഉണ്ടായൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവരെ പാലക്കാട് കൊണ്ട് ഇറക്കാൻ വേണ്ടി തമിഴ്നാട് RTC വിട്ട് അവർ യാത്രക്കാരെ കൊണ്ട് പാലക്കാട് ആക്കാമെന്ന് പറഞ്ഞ് അവർ വണ്ടിയെ കൊണ്ട് വിട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ സെറ്റിൽമെന്റും കഴിഞ്ഞ് വണ്ടി ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ഒരു 1400 രൂപ അതിന്റെ പൈസ അടയ്ക്കണം എന്ന് സൂപ്രണ്ട് ആവശ്യപ്പെട്ടപ്പോൾ RTO വന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വണ്ടി നീ വെളിയിൽ ഇറക്കി വിടുക, നീ ഇവിടെ കിടന്ന് കോലം കെട്ടരുതെന്ന് സൂപ്രണ്ടിനോട് എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ് സ്വകാര്യമായിട്ട് പൈസ അത് നമ്മൾ തന്നെ കിട്ടും. 1400 പ്രശ്നത്തിൽ ആ വണ്ടി അവിടെ കിടക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇറക്കി വിടുക, പൈസ പിടിച്ച ആൾ കെട്ടിക്കോളും.
100%. ഇന്നിപ്പം ഈ ഒരു വണ്ടി ഇത്ര നേർമയായിട്ട് ഈ സ്ഥാനത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കള്ളത്തരത്തിൽ ഓടിക്കൊണ്ടിരുന്ന എത്ര എണ്ണം ഇന്ന് നിന്ന് കിടപ്പുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വൈകിട്ട് ചെക്ക് ചെയ്താൽ അറിയാം. ഒരുപാട് വണ്ടികൾ വിത്തൗട്ട് ഇവിടെ കയറി ഓടുന്നുണ്ടായിരുന്നു. എല്ലാം ഇന്ന് നിന്ന് കിടക്കുക. കാരണം ഈ ഒരു വണ്ടിയുടെ വിജയമാണ്. അതാണ് വിജയം. നിയമം ശരിയാണെന്നുള്ള തെളിയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഇതാണ് ഇന്ന് കാണാൻ പോകുന്നത്. ബോർഡ് വെച്ച് തന്നെ പോകുമല്ലോ. ആളിനെ എടുക്കാതെ പിന്നെ ഞാൻ ഡീസൽ അടിക്കുന്ന നിങ്ങൾ കിൻഡൽ വർക്ക് പേടിപ്പിക്കാതെ. അല്ല, നമുക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാ. ഇല്ലാത്ത നിയമം ആ ബോർഡ് ഇതുവരെ ഊരിയിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം അതല്ലേ അടിച്ചു പൊട്ടിച്ച് അവർ കളയേണ്ടത്. ഇതുവരെ ഈ വണ്ടി ഇറങ്ങിയിട്ട് ആ ബോർഡ് ഊരിയിട്ടില്ലല്ലോ. അത് തന്നെയല്ലേ വ്യക്തമായ തെളിവ്. ഇന്നലെ മുതൽ നമ്മൾ വളരെ ആധികാരികമായിട്ടിരിക്കുന്നത് ഇവിടെ 10 മണി തൊട്ട് ഞാൻ ഇവിടെ നോക്കിയിരിക്കുകയായിരുന്നു. വണ്ടി ഇറങ്ങി ഇന്നലെ തൊട്ട് ഇന്നലെ വന്നപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു എന്നെ വിളിച്ചപ്പോൾ തന്നെ ഏഷ്യാനെറ്റ് ടീം അവിടെ എത്തി. വളരെ സന്തോഷം കണ്ടു. ഇത് അവർ നല്ല കാര്യമായിട്ട് അവരും നല്ലൊരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ടീമിനെ ചേച്ചി ആയാലും ആ നമ്മുടെ ക്യാമറമാൻമാരുടെ ചേട്ടന്മാരായാലും ഇന്നലെ വന്നവരായാലും വളരെ ആധികാരികമായിട്ടാണ് അവർ റിപ്പോർട്ടുകളൊക്കെ കൊടുത്തത് കേട്ടോ. വളരെ സന്തോഷം. പിന്നെ നമ്മൾ ലൈവ് വന്ന കാര്യങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. വീണ്ടും എന്തായാലും കിൻഡൽ വർക്കി ടീം റോബിൻ ഗിരീഷ് കിൻഡൽ വർക്കി ടീം പൊളിച്ചു കേട്ടോ. അവരുടെ ഒരു സന്തോഷം പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെ നിയമം കൊണ്ട് നിയമപോരാട്ടം കൊണ്ട് നിയമം കോടതിയെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെ ഒരു എന്താ പറയാ എന്നെക്കൊണ്ട് മുടിയാതെ തമ്പി എന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്നെക്കൊണ്ട് മുടിയും തമ്പി എന്ന ക്യാപ്ഷനോടി തമിഴ്നാട്ടിൽ വന്ന് ഒരു പട്ടം കിട്ടിയിരിക്കുകയാണ് ഈ മനുഷ്യന്. ഈ മനുഷ്യൻ ഇനിയിപ്പോൾ ഇനി കർണാടകയിൽ കൂടെ പോയി കഴിഞ്ഞാൽ വീരപ്പൻ എന്ന് പറയുന്ന ആ ഒരു കാരണം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തു കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിന് വളരെ സന്തോഷമുണ്ട്. എനിക്ക് വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ട കറക്റ്റ് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ സന്തോഷ സൂചകമായിട്ട് നമുക്ക് ഒരു മധുരം ഫ്രൂട്ട്സ് കഴിച്ച് എന്തുവാ നമ്മുടെ അജിയണ്ണൻ ഇദ്ദേഹമാണ് കിൻഡൽ വർക്ക്. ഇന്ന് കേരളം മൊത്തം എത്തി. അപ്പോ നിറയെ ഓമയ്ക്കാണ് ഇഷ്ടംപോലെ കേട്ടോ. ഇത് കേരള ഓമയ്ക്കാ? എന്താ ഊര് ഇത് ഓമയ്ക്ക്? ഇന്ത ഊര് തമിഴ്നാട്. നല്ല സാധനം. ഈ ഒരു ശരി ഇഡലിയും കഴിച്ചോളൂ. അച്ഛനോ എന്ത് കൂളിംഗ് ഗ്ലാസ് ഉണ്ട്? കൂളിംഗ് ഗ്ലാസ് ഇருக்கு. നിങ്ങളെ കേട്ടാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അതറിയോ? പിള്ളേരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഇതിന്റെ ഫാൻസ് വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊമെന്റ്സ് അതാണ്. 4800 എന്റെ കഴിഞ്ഞ ദിവസം 7K പോയത്. അത് കയറിക്കോളൂ. അന്ന് എന്റെ ആദ്യത്തെ ലൈവ് 8K കയറിയാണ്. 8-9 അടുത്ത് വന്നാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ കണ്ടില്ലേ. ഇനി അങ്ങോട്ട് നിർത്തുക. ഇനിയുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ നേരി കാണാം. എന്തായാലും ഇട്ടേക്കല്ലേ നിങ്ങൾ ഫേമസ് ആയിട്ടോ ഇതോടെ കിൻഡൽ വർക്ക്. വണ്ടി എടുത്ത് സ്റ്റാൻഡിലോട്ട് പോവാം. ഓക്കെ, വണ്ടി എടുത്ത് നമ്മൾ സ്റ്റാൻഡിലോട്ട് പോവാണ്. കയറുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകാൻ സ്റ്റാൻഡിലോട്ട് പോകാനുള്ള ഒരു ചെറിയ പരിപാടിയിലാണ്. ഒന്ന് സെറ്റ് ചെയ്തോട്ടെ പ്ലീസ്. അങ്ങനെ എന്തായാലും വണ്ടിയുടെ മുന്നിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഇവിടോട്ടാണ് പോകുന്നത്. നമ്മുടെ ബസ് സ്റ്റാൻഡിനകത്തോട്ടാണ് പോകുന്നത്.
അച്ഛനെ ഈ ബാഗ് പുറത്തോട്ട് വെക്കണേ. അടിയാ കയറുന്നോ ചേച്ചി, കയറുന്നോ? ആ കയറിയോ. ആളൊഴിച്ച സീറ്റിന് ഫുള്ളാണോ അല്ലേ? അപ്പോ നമ്മളിനി അങ്ങോട്ട് തകർത്തെടുക്കും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇത് ഫുള്ള് ആളൊഴിഞ്ഞ സീറ്റ് ഫുള്ള് നിറയ്ക്കേണ്ടത്. അപ്പോൾ ഇന്നോട്ട് നമ്മൾ സർവീസ് വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എന്നാലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് ഇവിടെ വരെ എത്തിയത് എന്ന് പറയുമ്പോൾ ഉള്ളത് സന്തോഷകരമായ ഒരു ല്ലേ. മകനന്റെ കാറുണ്ട്, അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും നമ്മുടെ മോണിച്ചേട്ടാ വീണ്ടും അതെ നാണയ്ക്കുന്നതല്ലേ, എന്തെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? പൊക്കണം അല്ലേ? നമ്മൾ നമ്മുടെ വണ്ടിയുടെ സംഭവം സെറ്റ് ഇനി കാറ്റ് കയറാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഗിരീഷേട്ടൻ വണ്ടിക്കത് കയറുന്നല്ലേ പറഞ്ഞത്, നമ്മൾ സ്റ്റേഷനിലോട്ട് പോകണല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഡോർ കിടക്കണേ. കാറിന്റെ പുറകെ, ബോക്സ് വാഗൻ കാറിന്റെ പുറകെയാണ് പോകേണ്ടത്. ഇന്നോവ. അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര, ജൈത്ര യാത്ര അല്ലേ, തുടങ്ങിയിരിക്കുകയാണ്. യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇതിനുള്ള ലൈവ് കാഴ്ച കാണാൻ വണ്ടി വരുന്നത്. നോർമലി പോകുന്ന ടൈമിങ്ങിലല്ലേ പോകുന്നത്? ലൈവാ പോണേ, ചെറിയ പോണേ. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു യാത്രയാണ് നമ്മൾ ഈ നടത്തുന്നത്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആണ് ഈ ഒരു ഇത് നേടിയെടുത്തത്. എന്തായാലും അവരുടെ ഓഫീസർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, മറക്കത്തില്ല. 3 ദിവസമായിട്ട് നമ്മളുണ്ട്. വളരെ സന്തോഷകരമായി, എനിക്ക് ഭയങ്കര സന്തോഷം വരും. അതല്ലേ വീരത്തെ പോട്ടെ 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 ആ ക്ലിയർ ക്ലിയർ ക്ലിയർ. അപ്പോൾ നമ്മുടെ ചങ്കുകളെ എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു യാത്രയാണ്. എല്ലാ ദുശക്തികളെയും ഭേദിച്ചുകൊണ്ട് എന്നെക്കൊണ്ട് മുടിയും തമ്പി എന്ന ക്യാപ്ഷനോട് കൂടി ഇതാ റോബിൻ കടന്നു വരികയാണ് തെരുവീതികളിലൂടെ. അപ്പോൾ എന്തായാലും നമ്മൾ കട്ട വെയിറ്റിങ്ങിനാണ്, റോബിൻ വണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു അടിപൊളി കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കാൻ പറ്റത്തുള്ളൂ, ഉഷാറാകത്തുള്ളൂ. ഒഴിഞ്ഞ സീറ്റുകൾ ഫില്ലാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകും, യാത്ര ചെയ്യും. നേരെ തകർക്കും എന്ന് പറയുന്നവരുടെ മുന്നിൽ നേരെ മേലൊരു ദൈവം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നൊക്കെ വിധത്തിൽ നമ്മൾ മുന്നോട്ട് പോകാറാവില്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതിശയം. ഇവിടെയുള്ള തമിഴ്നാട്ടിലുള്ള ഒരുപാട് പേര് ഭയങ്കര കാര്യമായിട്ട് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കണ്ണു നിറഞ്ഞു ശരിക്കും പറഞ്ഞായിരുന്നു. ഇത് കോയമ്പത്തൂർ കോർപ്പറേഷൻ ടൗൺ ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ എന്തായാലും അടിപൊളി കാഴ്ചയാണ് കാണുന്നത് നമ്മൾ.
കോയമ്പത്തൂർ ടൗൺ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ കോയമ്പത്തൂരിന്റെ തെരുവിലുള്ള ലൈവ് ഇട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ, ലൈവിലൂടെ യാത്ര ശരിയാണ്. കണ്ടല്ലേ, പാലക്കാട് 55 കിലോമീറ്റർ, ഊട്ടി റോഡിലേക്ക് 86 കിലോമീറ്റർ, ശാസ്തമംഗലം 66 കിലോമീറ്റർ, സത്യമംഗലമാണ് കേട്ടോ. ചെറിയ തെറ്റുകളൊക്കെ വന്നു കൂട്ടുള്ള ക്ഷമിക്കണം, സഹൃദയം ക്ഷമിക്കണം. എന്തായാലും നമ്മൾ വീണ്ടും വളരെ സന്തോഷകരമായ ഒരു അടിപൊളി ഒരു ശുഭമുഹൂർത്തം സമ്മാനിച്ച ഇവിടുത്തെ സാറുമാർക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ വഴി വണ്ടി നോക്കണം. ആ പോട്ട് സൈഡിൽ വണ്ടി നോക്കണേ. സോറി, ആ പോട്ടെ. നമ്മുടെ ഡ്രൈവർ പയ്യനിവിടെ അല്ലേ? ഡ്രൈവർ പയ്യനിവിടെ അല്ലേ? നല്ല അടിപൊളി സിറ്റിയല്ലേ കോയമ്പത്തൂർ അല്ലേ? ഇന്നൊരു അടിപൊളി സിറ്റിയിലൂടെ നമ്മൾ സിറ്റി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂർ ഗോവിന്ദ് ബസ് കടന്നു വരികയാണ് തെരുവീതിയിലൂടെ. പോട്ടെ. ഈ സൈഡിൽ നിന്ന് ബൈക്ക് കയറിയിരുന്നു, അതാണ് വലിയ വിഷയം അല്ലേ? ബൈക്ക് കയറാൻ ഫോക്കസ് ന്യൂസ് രാഹുലിനെ വിളിക്കാൻ തുടങ്ങി. രാഹുലിന്റെ നമ്പർ കിട്ടിയില്ല. സ്റ്റാൻഡല്ല ഇത് സ്റ്റാൻഡാണോ? ഇത് സ്റ്റാൻഡ് അല്ലേ? ഞങ്ങളൊന്ന് ഇറങ്ങിക്കോട്ടെ. ഇറങ്ങിയ ഡോർ നോക്കണാക്കി. ഡോർ ഓപ്പണാക്കി. അങ്ങനെ നമ്മൾ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ നമ്മുടെ വണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിരിക്കുകയാണ്. അതല്ലേ, ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കി, ലൈവ് വീട്ട് ഇറങ്ങണേ. ലൈവ്
ആ പോട്ടെ പോരട്ടെ. അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ സംഭവങ്ങളൊക്കെ ഒന്ന് വെയിറ്റിങ്ങിലാണ്. ഇനിയും നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ப்ராப்ளம் சால்வ் ஆயிடுச்சு. ரொம்ப தேங்க்ஸ். உங்க பேர் என்ன? നിശാന്ത്. ഓക്കെ. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡെയിലി അപ്ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. இந்த நியூஸில் என்ன சொல்கிறேன் நீங்கள்? இது வந்து ஹாப்பி தான். இது வந்து வண்டி வந்தது டெய்லி அப்டேட் பார்த்துட்டே தான் இருப்பேன். தேங்க்யூ. Finally finished. All the best. ചർച്ചിലുള്ള ബസ് ചർച്ച ഇതാ റോബിൻ ബസ് ഇതാ ബസ് വളരെ സന്തോഷം. അത് തന്നെ ചാനലെല്ലാം വീഡിയോ പോട്ടിട്ടേ ഇരിക്കേ. ഇത് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ബസ്സാണ്. റെഗുലർ ഉണ്ട്. റെഗുലർ വണ്ടി വിട്ട് നൽകിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. പുറകെ കണ്ടപ്പോഴേ എന്തായാലും നമ്മുടെ ചങ്കുകൾക്കെല്ലാം വളരെ ഒരുപാട് പേര് ഫോൺ വിളിച്ച് ചോദിച്ചിരുന്നു ഇതിനെപ്പറ്റി. ഇല്ല, നമ്മൾ മിക്കവാറും ഇപ്പൊ പോകും. ഇത് 5 മണി കഴിഞ്ഞു. Ahí va. Ahí va. അപ്പോൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ നമ്മുടെ ലൈവ് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. അപ്പോൾ രാത്രി നല്ല കിടക്കൻ അപ്ഡേറ്റ് ആയിട്ട് കയറുന്നതായിരിക്കും.
ഇന്നലെ വളരെ സന്തോഷകരമായ ഒരു കിടുക്കൻ മുഹൂർത്തമായിരുന്നു. അതെ, മലയാളി പൊളിയാണ് എന്നുള്ള ഒരു ക്യാപ്ഷനിലേതെ മലയാളി പൊളിയാണ്, യു ഹാവ് ആൻ ആർമി, കുറേ ക്യാപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ക്യാപ്ഷനൊക്കെ നടക്കട്ടെ, എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ. അപ്പോൾ ഇനി വണ്ടിയുടെ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റിംഗാണ്. ഓക്കെ, ഗുഡ് ബൈ.